പത്തനംതിട്ട പട്ടാഴിമുക്കിൽ 2 പേരുടെ മരണത്തിന് കാരണമായ അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയതെന്ന് RTO എൻഫോഴ്സ്മെന്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം അടൂരിനടുത്ത് പട്ടാഴിമുക്കിൽ 2 പേരാണ് ഈ അപകടത്തിൽ മരിച്ച. മരണത്തിൽ ഇപ്പോഴും ദുരൂഹത ബാക്കി നിൽക്കുന്നു. കാറ് വളരെ വേഗത്തിലായിരുന്നെന്നും ബ്രേക്ക് ഉപയോഗിച്ചില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി. ഇരുവരും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല. നൂറനാട് സ്വദേശി അനുജ, ചാരുമൂട് സ്വദേശി ആക്ഷിം എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. കാറ് ഇടിച്ചു കയറ്റിയതാണ് എന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈസ്റ്റർ ആശംസകൾ, പറയൂ വിവരങ്ങൾ. ഈസ്റ്റർ ആശംസകൾ SKN. എന്തായാലും ഈ കാറ് ഇടിച്ചു കയറ്റിയതാണ് ഹാഷിം എന്ന തുടക്കത്തിൽ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന വിവരങ്ങളാണ് വീണ്ടും വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം ശങ്കർ മാരൂര് പറഞ്ഞിരുന്നു, അവിടുത്തെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഏനാദിമംഗലം പഞ്ചായത്തിൽ. അദ്ദേഹം ആ ഒരു അശ്രദ്ധമായ ഡ്രൈവിംഗ് കൃത്യമായി തന്നെ കണ്ടിരുന്നു. അപ്പോൾ തന്നെ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. പോലീസും അത് ഏതാണ്ട് ആ ഒരു ഘട്ടത്തിൽ തന്നെ ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ഒരു അന്വേഷണത്തിലേക്കും നീങ്ങിയിരുന്നു. എന്തായാലും ഇപ്പോൾ RTO എൻഫോഴ്സ്മെന്റിന്റെ ഒരു റിപ്പോർട്ടാണ് കൃത്യമായ രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് എൻഫോഴ്സ്മെന്റ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ബ്രേക്കിൽ കാൽ വച്ചിരുന്നില്ല എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. അതായത് ഇത്ര സമയത്തിനുള്ളിൽ ബ്രേക്കിൽ കാൽ അവർ വെച്ചിരുന്നില്ല. ഈ ഹാഷിമായിരുന്നു വാഹനം ഡ്രൈവ് ചെയ്തിരുന്നത്. ഹാഷിം ബ്രേക്കിൽ കാൽ കൊടുത്തിട്ടേ ഇല്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അതായത് ഈ ലോറിയിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറ്റുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. 2 പേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ വല്ല മൽപ്പിടുത്തമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സീറ്റ് ബെൽറ്റ് മാറിയതായിരിക്കാമെന്നും സംശയിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ റോഡിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് മാത്രമാണ് RTO എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ വകുപ്പിന് കൈമാറിയിട്ടുള്ളത്. ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇത് പോലീസിന് കൈമാറും. തുടർന്നായിരിക്കും ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള മറ്റു കാര്യങ്ങൾ നടക്കും. മറ്റേത് ഫോൺ രേഖകൾ സംബന്ധിച്ചുള്ള പരിശോധനകൾക്ക് അയച്ചിരിക്കുകയാണ്. അത് ഏതാണ്ട് ഒരാഴ്ച കാലം പിടിക്കും. ഈ അനൂജയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഹാഷിമിൻ്റെയും ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. എന്താണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നമെന്ന് അറിയണമെങ്കിൽ ഈ ഫോൺ രേഖകൾ പൂർണ്ണമായി ലഭിക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ RTO എൻഫോഴ്സ്മെന്റിന്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. അത് കൈമാറിയിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ബ്രേക്കിൽ കാൽ കൊടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അതായത് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതാണ് ഹാഷിം എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. SK. ഓക്കെ, ശ്രീജിത്ത് ശ്രീകുമാരനാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഈ അടൂരിനടുത്ത് പട്ടാഴിമുക്കിൽ നടന്ന അപകടത്തിൽ 2 പേർ മരിച്ചു. അനുജയും അതുപോലെ ആഷ്മിയുമാണ് മരിച്ചത്. ഇത് മനഃപൂർവ്വം വണ്ടി ഇടിച്ചു കയറ്റി മരണം ക്ഷണിച്ചു വരുത്തിയതാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പറയുന്നത്. ഇപ്പോൾ